ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഒരു 5-10-15 മിനിറ്റ് മാർക്കറ്റിനെ നോക്കുക. അതിനുശേഷം മാർക്കറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രം ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുക എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോകളിലൊക്കെ ഞാൻ പറയാറുണ്ട്. ഓക്കെ, പിന്നെ എപ്പോഴും ഞാനൊരു കാര്യം കൂടെ പറയും, വെള്ളമില്ലാത്തടത്ത് മുങ്ങാൻ നടക്കരുതെന്ന്. ഇന്ന് പലർക്കും അത് തന്നെ സംഭവിച്ചത്. ട്രേഡ് എടുത്തില്ലെങ്കിൽ കൈ വിറച്ചിട്ട് വെള്ളം അടിക്കുന്നവരുടെ കൂട്ടാണ്. ട്രേഡ് എടുക്കണം, എങ്ങനെങ്കിലും ഒന്ന് എടുത്തേക്കത്തുള്ളൂ. എടുക്കാതെ അടക്കം വരത്തില്ല. എന്തെങ്കിലും ഒന്ന് മാർക്കറ്റിന് കൊടുത്തില്ലെങ്കിൽ ഒരു അടക്കം വരത്തില്ല എന്നൊരു സ്വഭാവമാണ്. മനസ്സിലായില്ല? അത് നിങ്ങൾ തന്നെ മാറ്റിയെടുക്കാന്നുള്ളതല്ല. വേറെ ഞാൻ എന്താ പറയേണ്ടത്? മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് 190 പോയിൻറ്റ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തല്ലേ. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഓപ്പണിംഗ് റേഞ്ച് ഒരിക്കലും ഈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, ഇല്ലേ? മാർക്കറ്റ് പതുക്കെ മുകളിലോട്ട് പോയി നമ്മുടെ വരച്ച ബോക്സിൽ കൃത്യമായിട്ട് തട്ടി അവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത്, ഇല്ലേ? അതിനുശേഷം ഒരു ഡിപ്പ് തന്നു. അതിനുശേഷം വീണ്ടും അതേ പോയിന്റിൽ തന്നെ പോയി. വീണ്ടും അതേ പോയിന്റ് ഇവിടെ വന്നു അതേ പോയിന്റ് തന്നെ പോയി. പിന്നെ അതിന് ശേഷം മാർക്കറ്റ് ഇവിടെ ഈ കൺസോളിൽ പ്രത്യേകിച്ച് ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ്, നാളെ എക്സ്പയറിയുടെ തലേ ദിവസം. നിങ്ങൾക്കറിയാവുന്നതാണ്, DK ഉള്ള ദിവസമാണ്. ഇതിനകത്ത് ഇങ്ങനെ ആടി കളിച്ച് അവസാനമാണ് ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് തന്നത്. എങ്കിലും അത് എന്താ, നിങ്ങളെ പെടുത്താൻ വേണ്ടിയുള്ള മൂവ്മെൻറ്റ് തന്നെ പറയാനുള്ളൂ. ഈ അവിടെ പ്രൈസ് ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ ഉണ്ട്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രൈസ് ആക്ഷൻ ആണെങ്കിൽ അവിടെ പ്രൈസ് ആക്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ ഇതിനകത്ത് വീണ്ടും ഒരു ബോക്സ് വരച്ചായിരുന്നു. ഈ ബോക്സിനകത്തൊരു ബോക്സ് ഞാൻ വരച്ച് എനിക്കിതിന് മുന്നാണോ എപ്പോഴാണോ എനിക്കറിയത്തില്ല. ആ ബോക്സിൽ വന്ന് തട്ടി സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും, കാരണം നിങ്ങൾക്ക് അല്ല, ഞാൻ വരയ്ക്കാതെ നിങ്ങൾക്ക് അറിയാം. ഇവിടെ നോക്കി, ഇവിടെ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചതിൽ വീണ്ടും തിരിച്ചു കയറി വീണ്ടും വന്ന് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തില്ലേ. അപ്പോൾ പിന്നെ ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ട്. എടുത്തവർക്ക് കിട്ടിയോ എനിക്കറിയത്തില്ല. എടുത്തവർക്ക് എടുത്തു, കിട്ടാത്തവർക്ക് കിട്ടിയില്ല. ഒരു അപ്സൈഡ് കിട്ടി 10-20. എന്നാൽ ഇതിൻ്റെ ഇടയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയവരുണ്ട്. 5-10 പോയിൻറ്റ് പല പ്രാവശ്യം ട്രേഡ് ചെയ്ത് നേടിയവരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ അവരുടെ ആത്മധൈര്യവും അവരുടെ ഒരു കപ്പാസിറ്റിയാണ്. അതായത് അവർക്ക് ട്രേഡ് കോൺഫിഡൻസ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്. അവർക്ക് ആ 5 പോയിൻറ്റ് മതി, അതിൽ ഞാൻ ഇറങ്ങും എന്ന് ഉറപ്പിച്ചവരാണ് അങ്ങനെ ട്രേഡ് എടുത്തവർ. മനസ്സിലായില്ലേ? പിന്നെ ഇന്ന് ട്രേഡ് ചെയ്യാതിരുന്നവരുണ്ട്, അവരെ ഞാൻ സത്യം പറയാം, ഇന്ന് ട്രേഡ് ചെയ്യാതിരുന്നവരാണ് ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം അവരുടെ കപ്പാസിറ്റി, അവർക്ക് മനസ്സിലായി ഇന്ന് ട്രേഡ് ഇല്ല, മാറി നിൽക്കാം, അതാണൊരു ട്രേഡ്, അതും ഒരു ട്രേഡാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അല്ലാതെ എന്നും എനിക്ക് ട്രേഡ് എടുത്തേ ഒക്കൂ എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ കടന്ന് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ പോകത്തേ ഉള്ളൂ. ഇന്ന് ധാരാളം പൈസ പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പോളൊന്നും ഇടേണ്ട കാര്യമില്ല. എനിക്കറിയാം, നിങ്ങളുടെ ബിഹേവിയർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താണ്, ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്കറിയാം മാർക്കറ്റിനൊരു സ്ട്രെങ്ത് ഇല്ല, അല്ലേ? വന്ന് ഇങ്ങനെ കോണേന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ആടിക്കളിച്ച് പോയി, പിന്നെ മേലോട്ട് പോയി, പിന്നെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ പർപ്പസ്ഫുള്ളി കൊണ്ടുപോകുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇത്രയും മേലോട്ട് പോയിട്ട് ഇത്രയും വരുമ്പോൾ ഒരു DK നല്ലപോലെ ഉണ്ടാവും. മനസ്സിലായി? ഇന്ന് നമ്മുടെ സെല്ലേഴ്സ് ഗ്രൂപ്പിൽ നല്ല വൃത്തിയായിട്ട് അവർ 3 ട്രേഡ് എടുത്തു. 3 ട്രേഡ് നല്ല രീതിയിൽ അവർ കൂടുതലും ചെയ്തത് 22,200 സ്ട്രാഡിൽ, 22,250 സ്ട്രാഡിൽ. ഇത് രണ്ടും കൃത്യമായിട്ട് പല പ്രാവശ്യം എടുത്താൽ എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. കാരണം ഇത് സെല്ലേഴ്സിൻ്റെ മാർക്കറ്റായിരുന്നു, പ്രത്യേകിച്ച് നാളെ എക്സ്പയറിയാണ്. മനസ്സിലായില്ലേ? അപ്പം ഈ നമ്മളെ അവസരം നോക്കി ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി അവിടെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ആരെയും വിഷമിപ്പിക്കുന്നില്ല. ഈ ബോക്സിനകത്തൊരു ബോക്സാണ്, ആ ബോക്സ് നമുക്ക് കളഞ്ഞേക്കാം. ഇനി അപ്പോൾ ബോക്സിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ മുകളിൽ ഈ ഹൈയും കൂടെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. ഇത് ഇങ്ങനെ മതി, ഇത് ഓക്കെ. ഇങ്ങനെ മതി ഈ ഹൈ, ഓക്കെ. അതിനുശേഷം വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം നാളെ മാർക്കറ്റ് ഇതിനകത്തായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. മാർക്കറ്റ് ഇതിനകത്ത് നോക്കിയാൽ മതി. ഈ ബോക്സിൻ്റെ ലൈനും ഇതും, ഈ ബോക്സ് ഒന്ന് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നോക്കിക്കോട്ടെ. ബോക്സ് ഒന്നുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ ബോക്സ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒരു കണ്ട് ഇങ്ങനെ നിർത്താം. ഇപ്പം ക്ലിയറായി, ഓക്കെ. ഓക്കെ,
ഇപ്പം ക്ലിയറായി. അപ്പം മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുന്നു. ഈ ബോക്സിനകത്ത് കയറുന്നോ ഇല്ലയോ നോക്കുക. ബോക്സിനകത്ത് കയറിയാലും ഈ ഒരു ലോ ഈ ഒരു ലോ ചുമ്മാ ഒന്ന് നോക്കി വെച്ചേരെ. ഈ ഒരു ലോ ഓക്കെ. ഇതെല്ലാം ഡിലീറ്റ് കളഞ്ഞേക്കാം, എന്നതിന് ആവശ്യമില്ല. വേറെ ഒത്തിരി ഒന്നും സംസാരിക്കാനില്ല ഇന്ന്. അപ്പം ഒന്നിത് ഈ രണ്ട് ഇത് എവിടെ ബ്രേക്ക് ചെയ്യുന്നു അത് ഓക്കെ. ഇതിനകത്ത് കൂട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ആ വഴിക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. വേറെ ഒന്നുമില്ല, ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ എനിക്കറിയാം ഇന്ന് പലർക്കും എന്താ പറയുന്നത്, അത്ര വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, അല്ല നഷ്ടമാണ്, കഥകളൊക്കെ ധാരാളം പറയാൻ കാണും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പിന്നെ വെള്ളമില്ലാത്തടത്ത് മുങ്ങാൻ നിങ്ങൾ നിൽക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് ഒരു സംഭവവികാസങ്ങളും നടന്നില്ല. മാർക്കറ്റ് ഇതാ നോക്കിക്ക് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് വീണ്ടും നമ്മുടെ ലൈനിൽ സപ്പോർട്ട് എടുത്തു, നേരെ തിരിച്ചു പോയി, നമ്മുടെ ലൈനിൽ അതുപോലെ തന്നെ വന്ന് റെസിസ്റ്റൻസ് എടുത്തു, നേരെ തിരിച്ച് താഴെ വന്നു അല്ലേ. വീണ്ടും ഇവിടെ വന്ന് നമ്മുടെ ലൈനിൽ വന്ന് കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്ത് പിന്നെ മുകളിൽ പോയി. വീണ്ടും ഇവിടെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. അത് ഈ ബാങ്ക് നിഫ്റ്റിയിൽ അത് വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും ഇതൊന്ന് ചുമ്മാ വരച്ചിട്ടേക്കാം, ഇവിടെ കിടന്നോട്ട്. ഓക്കെ, ഇതിനകത്ത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകുന്നുള്ളത് നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഇന്ന് നിഫ്റ്റി ഇത്രേ ഉള്ളൂ ഇതിനകത്ത് പറയാൻ. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ വലിയ മൂവ്മെൻ്റ് ഒന്നും നടന്നില്ല, കൺസോൾട്ടേഷൻ ആയിരുന്നു. നമ്മൾ വരച്ച വര തന്നെ കട്ട വരയായിരുന്നു. ഭയങ്കര കട്ട വരയായിരുന്നു. ആ കട്ട വര തന്നെ റെസൻസ് എടുത്ത് മാർക്കറ്റ് ഇങ്ങനെ കിടന്ന് ആടിക്കളിക്കുകയാണ്. ഓക്കെ, അവിടെയും കൂടുതൽ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഇനി നേരെ തിരിച്ച് ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുന്നത് നോക്കുക. 13,143 ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുന്നത് നോക്കുക. വേണമെങ്കിൽ ഇവിടെ ചെറിയൊരു സംഭവം വരച്ചു. നാളെ ഇനിയിപ്പം ഇതല്ലേ, നാളെ എക്സ്പയറി അല്ലേ, എല്ലാത്തിൻ്റെ മന്ത്ലി എക്സ്പയറി ആണല്ലോ. അപ്പം ഇത്രേ ഉള്ളൂ, അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. കാരണം മാർക്കറ്റ് എങ്ങോട്ടും മൂവ് ചെയ്തില്ല. രാവിലെ ഗ്യാപ്പ് അപ്പ് ഉണ്ടായി, പിന്നെ അവിടെ തന്നെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഈ എക്സ്പയറി കഴിയാതെ ഇനിയും പുതിയൊരു മൂവ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാർക്കറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞു, മാർക്കറ്റ് ഏകദേശം 25,000-25,200 ഇടയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയാണ് ഈ എക്സ്പയറിയിൽ നിന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു പക്ഷേ തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. എനിവേ എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റ് എവിടെ എക്സ്പയറി ആകുന്നുവെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. യുദ്ധത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. മാർക്കറ്റ് ഇനിയും എങ്ങോട്ട് എന്നുള്ളതാണ് ചോദ്യം. എല്ലാം ശാന്തി അശാന്തി എല്ലാം കഴിഞ്ഞു. അപ്പോൾ പിന്നെ അൺസർട്ടനിറ്റി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നോക്കി കാണാം. ഓക്കെ, അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.